എല്ലാവർക്കും ഷാനുസ് കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. നമ്മൾ പല രീതിയിൽ ചിക്കൻ ചുക്ക റെഡിയാക്കി എടുക്കാറുണ്ടല്ലോ അല്ലേ. ഞാൻ തന്നെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ചിക്കൻ ചുക്കയുടെ. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ ചിക്കൻ ചുക്ക കുക്കറിൽ റെഡിയാക്കി എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുമായിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതൊരു 1/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴാണ് ആ മസാലയൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ. ഇനി ഇതങ്ങോട്ട് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇനി ഇതിലേക്കുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സവാളയിലേക്കുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ്. നമ്മൾ മസാലയിലേക്ക് ഉപ്പ് ഓൾറെഡി ചേർത്തതാണ്. സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കളറിന് കൂടി വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് പകുതി മുക്കാൽ ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം സവാള. അപ്പോൾ ഞാനൊരു മുക്കാൽ ഭാഗത്തോളം മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, അല്ലാതെ തന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിൽ കുറേശ്ശെയായിട്ട് വെള്ളം ഉണ്ടാവും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വിസിൽ വരേണ്ട ആവശ്യമില്ല. വിസിൽ വരാൻ നേരത്തെ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കാരണം ചിക്കനിൽ അധികം വേവൊന്നുമില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ബീഫാണേലും ചിക്കനാണേലും വെക്കുമ്പോൾ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, എന്നാൽ തന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്കിത് സവാള വഴറ്റിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും സവാളയും കൂടി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് ഈ സമയത്ത്. നമ്മളിതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്കറിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിന് മുന്നേ ഞാൻ കുറേ മുന്നേ ഒരു ചിക്കൻ ചുക്കയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതറിയാൻ പറ്റുള്ളൂ. കുക്കറിൽ നമ്മൾ ഒരുപാട് സമയം വേവിച്ചെടുക്കാതിരുന്നാൽ മതി. അങ്ങനെയാകുമ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുഴഞ്ഞു പോയിട്ട് ഒരുപാട് വേവ് ഓവറായി പോവും. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു.